വെൽക്കം ടു ദ മ്യൂസ്. എല്ലാവർക്കും മ്യൂസ് ഓഡിയോ ബുക്കിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വായിക്കാൻ പോകുന്നത് കുന്തലത ഭാഗം 7, അധ്യായങ്ങൾ 12-13. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ വായിച്ചു നിർത്തിയത് കുതിരപ്പുറത്ത് നിന്ന് വീണ് പരിക്ക് പറ്റിയ രാമകിശോരനെ വളരെ സ്നേഹത്തോടെ കുന്തലത ശുശ്രൂഷിക്കുകയും ഇരുവർക്കും തമ്മിൽ അറിയാതെ ഒരു ഇഷ്ടം തോന്നിത്തുടങ്ങുകയും ചെയ്യുന്നിടത്താണ്. ഇനി നമുക്ക് കഥ തുടരാം. അധ്യായം 12, ദൂത്. ഇനി നമ്മുടെ കഥ ഇതുവരെ പ്രസ്താവിക്കാത്ത ഒരു സ്ഥലത്ത് തുടങ്ങേണ്ടിയിരിക്കുന്നു. കലിംഗ രാജ്യത്തിൻ്റെ വടക്ക് പടിഞ്ഞാറ് ദിക്കിൽ കുന്തളം എന്നൊരു രാജ്യമുണ്ട്. കുന്തള രാജാക്കന്മാർ പണ്ട് സ്വതന്ത്രന്മാരായിരുന്നു. പക്ഷേ ഈ കഥയുടെ കാലത്തിന് ഏകദേശം 1 നൂറ്റാണ്ട് മുമ്പ് ശക്തനായ ഒരു കലിംഗ രാജാവ് വിക്രമാദിത്യൻ എന്ന ലോകപ്രസിദ്ധനായ മാളവരാജാവിനോട് സഖ്യത ചെയ്ത് കുന്തളദേശത്തോട് പടവെട്ടി ജയിച്ച് കപ്പം വാങ്ങിത്തുടങ്ങി. കുന്തള രാജ്യത്ത് പ്രബലന്മാരായ രാജാക്കന്മാർ ആരും അതിനുശേഷം ഉണ്ടാവാത്തതിനാൽ കുന്തളശന്മാർ അനാദിയായിട്ടുള്ള തങ്ങളുടെ സ്വാതന്ത്ര്യത്തെ വീണ്ടുകിട്ടുവാൻ ശ്രമിക്കാതെ കലിംഗ രാജാക്കന്മാരുടെ ശാസനയിൻ കീഴിൽ ഒതുങ്ങി അവർക്ക് കപ്പം കൊടുത്തുകൊണ്ടാണ് തങ്ങളുടെ രാജ്യം ഭരിച്ചു വന്നിരുന്നത്. ചിത്രരഥൻ എന്ന കലിംഗ മഹാരാജാവിൻ്റെ ചെറുപ്പകാലത്ത് അന്നത്തെ കുന്തളേശൻ താൻ കപ്പം കൊടുക്കുകയില്ലെന്നും കലിംഗാധീശന് തന്നോട് കപ്പം വാങ്ങുവാൻ അവകാശമില്ലെന്നും മറ്റും തർക്കിക്കുകയാൽ യുദ്ധം ചെയ്ത് കലിംഗാധീശൻ കുന്തളശനെ ഒതുക്കി രണ്ടാമതും കപ്പം വാങ്ങി. ആ അപജയം പ്രാപിച്ച് കുന്തളേശൻ പുരുഷപ്രജകൾ കൂടാതെ മരിച്ച് കൃതവീര്യൻ എന്ന അദ്ദേഹത്തിൻ്റെ പ്രബലനായ അനുജന് രാജ്യം കിട്ടി. ഏകദേശം 25 വയസ്സ് പ്രായമായപ്പോഴാണ് പട്ടം കിട്ടിയത്. അതിൽ പിന്നെ ഒരു 12 കാലം വളരെ ശുഷ്കാന്തിയോടും പ്രാപ്തിയോടും കൂടി തൻ്റെ രാജ്യം ഭരിച്ചു. കൃതവീര്യൻ വളരെ ഗംഭീരനും പരാക്രമിയും രാജതന്ത്രങ്ങളിൽ നിപുണനുമായിരുന്നു. എങ്കിലും ഒരു നല്ല രാജാവാണെന്ന് അദ്ദേഹത്തെ പറയുവാൻ പാടില്ല. സാധാരണ രാജാക്കന്മാർക്കുള്ള ദുശീലങ്ങളും ദുർബുദ്ധിയും തികച്ചുമുണ്ടായിരുന്നു. ഗർവവും പ്രൗഢിയും മൂർത്തീകരിച്ചിരിക്കുകയോ എന്ന് തോന്നും. കോപവും സാമാന്യത്തിലധികമുണ്ട്. രാജധാനിയിലുള്ള സകല അമാത്യന്മാർക്കും ഭൃത്യന്മാർക്കും വളരെ പഴക്കമുള്ള മന്ത്രിമാർക്കും കൂടി രാജാവിൻ്റെ പുരികക്കൊടി അല്പം ചൊളിഞ്ഞു കണ്ടാൽ അകത്ത് ഒരു കാളലായിരിക്കും. തൻ്റെ കീഴിലുള്ള സകല ഉദ്യോഗസ്ഥന്മാരുടെയും നിത്യത ചെയ്യുന്ന പ്രവൃത്തിയിൽ അദ്ദേഹത്തിൻ്റെ ദൃഷ്ടിയും പരിശോധനയും ഉണ്ടാകും. ഒരുവൻ്റെ പക്കൽ അകൃത്യമായിട്ടോ തെറ്റായിട്ടോ വല്ലതും കണ്ടാൽ അപ്പോൾ രാജാവിൻ്റെ ചൂരൽ അവൻ്റെ പുറത്തു വീണു. രാജാവ് വരുന്നു എന്ന് കേട്ടാൽ കിടുകിടെ വിറയ്ക്കാത്തവർ വളരെ ജാഗ്രതയോടും വകതിരിവോടും കൂടി തങ്ങളുടെ പണി നടത്തുന്നവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. താൻ കാര്യത്തിന് നല്ല പ്രാപ്തിയുള്ളാകയാൽ ഒട്ടും മുഖം നോക്കാതെ പണിക്ക് പോരാത്തവരെ താഴ്ത്തുകയും പ്രാപ്തന്മാരെ തിരഞ്ഞെടുത്ത് വലിയ സ്ഥാനങ്ങളിൽ വയ്ക്കുകയും ചെയ്യും. അതുകൊണ്ട് മര്യാദക്കാർക്കൊക്കെയും രാജാവിനെ സ്നേഹവും മറ്റുള്ളവർക്ക് ഭയവും എല്ലാവർക്കും ബഹുമാനവും ഉണ്ടായിരുന്നു. ഒരു നാൾ കൃതവീര്യൻ തൻ്റെ വിഖ്യാതന്മാരായ ചില മന്ത്രിവീരന്മാരെ ആളെ അയച്ചു വരുത്തി താനും അവരും കൂടി മന്ത്രശാലയിലെത്തിക്കൂടി ഏറ്റവും മുഖ്യമായ ചില രാജ്യകാര്യങ്ങളെക്കൊണ്ട് ആലോചന തുടങ്ങി. കൃതവീര്യൻ: പ്രിയ സജീവന്മാരെ, നാം വളരെ കാലമായി ആലോചിച്ചിരുന്ന ചില കാര്യങ്ങൾ ഇപ്പോൾ പ്രവർത്തിപ്പാൻ നല്ല തക്കം വന്നിരിക്കുന്നു എന്ന് നമുക്ക് തോന്നുകയാൽ നമ്മുടെ അഭിപ്രായങ്ങളെ വിവരമായി നിങ്ങളെ ഗ്രഹിപ്പിച്ച് അധികം അറിവും പഴമയും ആലോചനശക്തിയും നമ്മെക്കുറിച്ച് കൂറുമുള്ള നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയെന്ന് അറിയുവാനാകുന്നു നിങ്ങളെ എല്ലാവരെയും ഇന്ന് ആലോചന സഭയിലേക്ക് വരുത്തിയത്. ആ കാര്യങ്ങൾ പല സംഗതികളെക്കൊണ്ടും ഇത്ര നാളും അതിവിശ്വസ്തന്മാരും ആപ്തന്മാരുമായ നിങ്ങളെപ്പോലും അറിയിക്കാതെ രഹസ്യമായി വെക്കേണ്ടി വന്നതിൽ സമചിത്തന്മാരായ നിങ്ങൾക്ക് അപ്രിയം തോന്നുകയില്ലെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ പൂർവന്മാർ സ്വതന്ത്രന്മാരായിരുന്നു എന്നും കലിംഗാധീശൻ്റെ അക്രമം ഹേതുവായിട്ട് നമ്മുടെ കുലമഹിമ ഇങ്ങനെ മങ്ങിക്കിടക്കുന്നതാണെന്നും പൂർവ്വവൃത്താന്തം അറിവുള്ള നിങ്ങളോട് വിസ്തരിച്ച് പറയുവാൻ ആവശ്യമില്ലല്ലോ. പിന്നെ നമ്മുടെ ഓർമ്മയിൽ തന്നെ ജ്യേഷ്ഠൻ ഞങ്ങളുടെ സ്വാതന്ത്ര്യം തിരികെ കിട്ടുവാൻ ചെയ്ത ശ്രമം നിങ്ങളാൽ ചിലരുടെ ആലോചന പിഴയ്ക്കയാലും നമ്മുടെ ബലം കുറകയാലും അത്യന്തം അപമാനമായിട്ട് കലാശിച്ചത് വിചാരിച്ച് നോക്കുമ്പോൾ മനസ്സുരുകുന്നു. നിങ്ങളിൽ ചിലരുടെ എന്ന് പറഞ്ഞപ്പോൾ സഭയിലിരുന്നിരുന്ന 2 മന്ത്രിമാരുടെ മുഖത്തേക്ക് ഇടക്കണ്ണിട്ടൊന്ന് നോക്കി. ഇപ്പോൾ കലിംഗരാജ്യത്തെ ചിത്രരഥ രാജാവ് വളരെ വൃദ്ധനായി.
അദ്ദേഹം ഉള്ളതും ഇല്ലാത്തതും കണക്ക് തന്നെ. പിന്നെ ഈയിടെ അഭിഷേകം കഴിഞ്ഞ പ്രതാപചന്ദ്രൻ എന്ന ബാലനാണ്. അയാൾ വസ്ത്രാഡംബരത്തോടുകൂടി രാജകുമാരൻ എന്ന പേര് പറഞ്ഞ് പല്ലക്കിൽ കൊണ്ടു നടപ്പാൻ നല്ല ഒരു പണ്ടമാണ്. ഈയിടെ കല്യാണം, അഭിഷേകം മുതലായ വലിയ അടിയന്തരങ്ങൾ കഴിക്കുകയാൽ അവരുടെ ക്ഷീണിച്ചിരിക്കുന്ന ഭണ്ഡാരം ഇപ്പോൾ അധികം ക്ഷീണിച്ചിരിക്കുന്ന സമയമാണ്. പ്രാപ്തന്മാരായ സേനാനായകന്മാർ ആരും അവർക്കില്ല. സൈന്യങ്ങളും വളരെ അമാന്തമാണ്. എന്നാൽ ഇതിലെല്ലാറ്റിനേക്കാളും നമുക്ക് വലിയ ഒരു ഗുണമുള്ളത് കലിംഗാധീശൻ്റെ പ്രധാനമന്ത്രിയും സേനാധിപനുമായിരുന്ന കപിലനാഥൻ എന്ന ആ മഹാശക്തൻ മരിച്ചത് തന്നെയാണ്. കഴിഞ്ഞ യുദ്ധത്തിൽ ജ്യേഷ്ഠന് വന്ന അപജയം മുഴുവനും അയാൾ ഒരാളുടെ സാമർഥ്യം കൊണ്ടാണെന്ന് സംശയമില്ല. അയാളോട് തോൽക്കുന്നത് അത്ഭുതമല്ലതാനും. പുരുഷകുഞ്ചരൻ എന്ന് പറഞ്ഞത് അയാളാണ്. എത്രയും ഉദാരൻ, അതിഗംഭീരൻ. ഒരു കുറി അയാളിവിടെ വന്നിരുന്നു. നമ്മുടെ ആസ്ഥാന മണ്ഡപത്തിൽ സിംഹാസനത്തിൻ്റെ മുൻഭാഗത്തുള്ള ആ വലിയ സ്തംഭത്തിൻ്റെ സമീപം ഒരു ഉന്നതമായ ആസനത്തിന്മേൽ ജ്യേഷ്ഠൻ്റെ മുമ്പാകെ ഇരുന്ന് രാജ്യകാര്യത്തെക്കുറിച്ച് സംസാരിച്ചത് നാം അന്ന് ബാലനായിരുന്നുവെങ്കിലും നമുക്ക് ഈയിടെ കഴിഞ്ഞതുപോലെ ഓർമ്മ തോന്നുന്നുണ്ട്. അയാളൊരു സഭയിലുണ്ടായാൽ വക്താവ് അയാളും മറ്റെല്ലാവരും ശ്രോതാക്കളും അങ്ങനെ വരികയുള്ളൂ. അതിധീരൻ. അയാളും മരിച്ചുവല്ലോ. ഇനി നമ്മുടെ വിഭവങ്ങളാണ് ആലോചിക്കേണ്ടത്. നമുക്ക് കലിംഗരാജാവിന് ഇപ്പോൾ ഉള്ളതിനേക്കാൾ ആന, തേർ, കുതിര, കാലാളുകൾ ഓരോന്നും അധികമുണ്ട്. സൈന്യാധിപന്മാരും അസാരന്മാരല്ല. നമ്മുടെ രാജ്യത്തിൽ പ്രജകൾ തമ്മിൽ തന്നെ ഉണ്ടായിരുന്ന ഛിദ്രങ്ങളൊക്കെയും അടങ്ങി ഇപ്പോൾ സമാധാനവും സുഭിക്ഷവുമുള്ള കാലമാണ്. ശത്രുക്കളുടെ ഉപദ്രവവും ഇപ്പോൾ ഭയപ്പെടുവാൻ എങ്ങുമില്ല. എന്തിനേറെ പറയുന്നു, ഇന്ന് കലിംഗാധീശനെ അദ്ദേഹത്തിൻ്റെ പുരിയിൽ വെച്ച് തന്നെ തോൽപ്പിക്കുവാൻ ദൈവം നമുക്ക് വളരെ പ്രതികൂലമല്ലെങ്കിൽ കുറച്ചുപോലും പ്രയാസമുണ്ടെന്ന് നമുക്ക് തോന്നുന്നില്ല. ഇങ്ങനെയാണ് നമ്മുടെ അഭിപ്രായങ്ങൾ. ഇനി നിങ്ങൾ വഴിപോലെ ആലോചിച്ച് നമ്മുടെ നോക്ക് പോരാകയാൽ നാം കാണാതെ വല്ല തടസ്സവും ഉണ്ടെങ്കിൽ അതിനെ ആരാഞ്ഞ് കണ്ടു പറഞ്ഞ് തരണം. രാജാവ് ഇങ്ങനെ പറഞ്ഞതിനെ വളരെ ശ്രദ്ധയോടുകൂടി കേട്ട് മന്ത്രിമാർ കുറച്ചുനേരം ആലോചനയോടുകൂടി നിശബ്ദന്മാരായിരുന്നു. കൃതവീര്യൻ കാര്യത്തെക്കുറിച്ചുള്ള തൻ്റെ പ്രസംഗം കഴിഞ്ഞ ഉടനെ തൻ്റെ ആസനത്തിന്മേലേക്ക് പിന്നോക്കം ചാരി കാലിന്മേൽ കാലേറ്റിയിരുന്ന് ഒരു കൈകൊണ്ട് തൻ്റെ വലിയ മീശ പിടിച്ച് തിരിച്ചുകൊണ്ട് താനും ആലോചനയായിരുന്നു. മന്ത്രിമാർ തങ്ങളുടെ ആലോചന കഴിഞ്ഞ് മുഖത്തോട് മുഖം എല്ലാവരും നോക്കി. അവരിൽ അധികം പ്രായം ചെന്ന ഒരാൾ എഴുന്നേറ്റ് പറഞ്ഞു, എനിക്ക് തോന്നിയത് ഞാൻ ഉണർത്തിക്കാം. ഇവിടുന്ന് അരുളി ചെയ്തതൊക്കെയും യഥാർത്ഥമാണ്. ഇത്ര നല്ല തക്കം നമുക്കിനി ഒരിക്കൽ കൂടി കിട്ടുവാൻ പ്രയാസം. പക്ഷേ യാതൊരു കാരണവും കൂടാതെ നാം അങ്ങോട്ട് അതിക്രമിക്കാൻ പോകുന്നത് അത്ര നല്ലതോ എന്ന് സംശയിക്കുന്നു. ഇവിടുത്തെ ഭാഗ്യം കൊണ്ടും യുദ്ധവൈദഗ്ധ്യം കൊണ്ടും ജയം കിട്ടുവാൻ എളുപ്പമാണ്. എന്നാൽ ഞങ്ങളുടെ സാമർഥ്യം പോരാകയാലോ പ്രജകളുടെ ഭാഗ്യദോഷം കൊണ്ടോ നാം വിചാരിക്കുന്നതിന് വിപരീതമായിട്ടാണ് ഈ ആരംഭത്തിൻ്റെ അവസാനമെങ്കിൽ നമ്മുടെ ശത്രുക്കൾക്കും മറ്റു രാജാക്കന്മാർക്കും നാം ഒരു പരിഹാസപാത്രമായി ഭവിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ ഒരു തടസ്സം മാത്രമേ എനിക്ക് തോന്നുന്നുള്ളൂ. രണ്ടാമതൊരു മന്ത്രി, അത് ഞാനൊരു തടസ്സമായിട്ട് വിചാരിക്കുന്നില്ല. തങ്ങളെക്കൊണ്ട് കഴിയുമ്പോൾ തങ്ങളുടെ സ്വാതന്ത്ര്യം വീണ്ടുകൊള്ളുവാനായി ആ വണ്ണം യത്നിക്കുന്നതിന് യാതൊരു ഭംഗികേടുമില്ല. നാം വൃഥാവിൽ അവരെ അങ്ങോട്ട് അതിക്രമിക്കുവാൻ തുടങ്ങുകയല്ലോ. നമ്മുടെ പക്കൽ നിന്ന് അപഹരിച്ചതിനെ തിരിച്ചു കിട്ടുവാനല്ലേ നമ്മുടെ ശ്രമം. എനിക്ക് വേറെ ഒരു തടസ്സം തോന്നുന്നുണ്ട്. കപിലനാഥൻ ഇല്ലല്ലോ എന്ന് വിചാരിച്ച് നാം അത്ര ധൈര്യപ്പെടേണ്ട. അദ്ദേഹത്തിൻ്റെ അനുജനായ അഘോരനാഥനാണ് ഇപ്പോഴത്തെ പ്രധാനമന്ത്രി. അദ്ദേഹത്തിന് ജ്യേഷ്ഠനെ പോലെ തന്നെ ബുദ്ധികൗശല്യമില്ലെങ്കിലും അതിസമർത്ഥനായ ഒരു യോദ്ധാവാണ്. ആ ഒരാൾക്ക് തുല്യനായിട്ട് ഇവിടുന്നൊഴികെ നമ്മുടെ ഇടയിൽ വേറെ ഒരാളുണ്ടെന്ന് തോന്നുന്നില്ല. ഇവിടുന്നൊഴികെ എന്ന് പറഞ്ഞപ്പോൾ രാജാവ് അല്പമൊന്ന് പുഞ്ചിരി കൊണ്ടു. മൂന്നാമനൊരു മന്ത്രി, അഘോരനാഥൻ അതിനിപുണനായ ഒരു യോദ്ധാവ് തന്നെ. അതുകൊണ്ട് നാം അടങ്ങിയിരിക്കുവാൻ പാടുണ്ടോ? തിരിഞ്ഞു നോക്കിയാൽ നമ്മുടെ കൂട്ടത്തിലും അതുപോലെയുള്ളവർ അപൂർവം ചിലരുണ്ടാകുമില്ലേ? ഒരു സമയം ഇല്ലെന്ന് വെച്ചാൽ തന്നെ മഗധേശനുമായി സഖ്യതയായിരിക്കുന്ന അവസ്ഥയ്ക്ക്
ഇവിടുത്തെ അഭിലാഷം അല്പമൊന്ന് അങ്ങോട്ട് അറിയിച്ചാൽ അദ്ദേഹം ഒരു യവന സൈന്യത്തെ തന്നെ അയച്ചു തരുവാൻ മടിക്കയില്ല. യവനന്മാരായിട്ട് ഇപ്പോഴത്തെ മഗധേശ്വരനും സഖ്യത തന്നെയാണെന്നാണ് അന്വേഷണത്തിൽ അറിയുന്നത്. കൃതവീര്യൻ: അത് ഞാൻ അത്ര വിശ്വസിക്കുന്നില്ല. മഗധേശ്വരനും യവനന്മാരും തമ്മിൽ ആന്തരമായിട്ട് അല്പം സ്പർദ്ധയുണ്ടെന്നാണ് ചാരന്മാരുടെ അന്വേഷണത്തിൽ അറിയുന്നത്. അല്ല, സഖ്യതയായിട്ടാണെങ്കിൽ തന്നെ നാം അങ്ങോട്ട് യാതൊന്നും ചെയ്തിട്ടില്ലാത്തതിനാൽ ആ ദിക്കിൽ നിന്ന് അത്ര വലിയ ഒരു സഹായം കിട്ടുന്നത് തീർച്ചയാക്കി കൂട്ടിക്കൂടാ. നാലാമനൊരു മന്ത്രി: ഞാൻ ആലോചിച്ചിടത്തോളം പറയത്തക്ക തടസ്സങ്ങൾ യാതൊന്നും കാണുന്നില്ല. ഇപ്പോൾ സഭയിൽ വെച്ച് പ്രസ്താവിച്ച് കേട്ട മാതിരി ചില ചില്ലറ തടസ്സങ്ങൾ എപ്പോഴും ഉണ്ടാവും. അതും കൂടി ഇല്ലാതാകണമെന്ന് വിചാരിച്ച് നാം കാത്തിരിക്കുന്നതായാൽ എന്നേക്കും കാത്തിരിക്കുകയേ വേണ്ടൂ. എൻ്റെ പക്ഷം ഇപ്പോൾ തന്നെ കാലതാമസം ഒട്ടും കൂടാതെ ഉത്സാഹിച്ചാൽ നമുക്ക് നിശ്ചയമായിട്ടും ജയം കിട്ടുമെന്നാണ്. എനിക്ക് വേറെ ഒരു മോഹം കൂടിയുണ്ട്. മുമ്പത്തെ യുദ്ധത്തിൽ ഇവിടത്തേക്കും അമാത്യന്മാരായ ഞങ്ങൾക്കും വ്യസനത്തിനും അപമാനത്തിനും കാരണമായി തീർത്ത കലിംഗരാജാവിൻ്റെ ആ ക്രിയയ്ക്ക് തക്കതായ പ്രതിക്രിയ ചെയ്യുവാൻ നാം ഒരിക്കലും മറക്കരുത്. ഇനി ക്ഷണനേരം പോലും താമസിക്കുകയും അരുത്. മന്ത്രഗോപനത്തിൻ്റെ വൈഭവം ക്രിയാസ്വരത കൊണ്ടല്ലാതെ ശോഭിക്കുകയില്ല. കൃതവീര്യൻ അത് കേട്ടപ്പോൾ ശിരകമ്പനം കൊണ്ട് തൻ്റെ അഭിപ്രായവും അതുതന്നെയാണെന്ന് സൂചിപ്പിച്ചു. പിന്നെ മന്ത്രിമാർ പറഞ്ഞതൊക്കെയും ആലോചിച്ച് ചിലതുകൂടെ പറയുവാൻ തുടങ്ങുമ്പോഴേക്ക് മന്ത്രശാലയുടെ പുരോഭാഗത്ത് കാവൽ നിന്നിരുന്ന ആയുധപാണികളായ ഭടന്മാരിൽ ഒരുവൻ കടന്നുവന്ന് സഭയുടെ മുമ്പാകെ കുമ്പിട്ടു. കൃതവീര്യൻ എന്ത് എന്ന് ചോദിച്ചു. ഭടൻ: കലിംഗരാജാവ് അയച്ച ഒരു ദൂതൻ വന്നിട്ടുണ്ട്. അടിയന്തരമായ ഒരു കാര്യത്തെപ്പറ്റി ഇവിടുത്തെ കണ്ട് സംസാരിക്കണമെന്നും വന്ന വിവരം ഇവിടെ ഉണർത്തിച്ച കാണുവാൻ സമ്മതം വാങ്ങി വരണമെന്നും ആവശ്യപ്പെടുന്നു. കൃതവീര്യൻ: മറുപടി പറയുവാൻ വിളിക്കാം, പുറത്തു നിൽക്കൂ എന്ന് പറഞ്ഞ് അവനെ പുറത്തേക്കയച്ച് അതിനെക്കുറിച്ച് മന്ത്രിമാരോട് ആലോചിച്ച ശേഷം ആ ഭടനെ തിരികെ വിളിച്ച്, നാളെ രാവിലെ 2:30 നാഴിക പുലരുമ്പോഴേക്ക് നമ്മുടെ സഭയിൽ നാമും മന്ത്രിമാരും കൂടിയിരിക്കും. അപ്പോൾ നമ്മെ കാണുവാൻ സമയമാണെന്ന് പറയുക എന്ന മറുപടി പറഞ്ഞയച്ചു. കുറേ നേരം കൂടി രാജാവും മന്ത്രിമാരും കൂടി പിന്നെയും ആലോചന കഴിഞ്ഞ ശേഷം തമ്മിൽ പിരിയുകയും ചെയ്തു. നിശ്ചയിച്ച പ്രകാരം പിറ്റേ ദിവസം കൃത്യമായി 2:30 നാഴിക പുലർന്നപ്പോഴേക്ക് കുന്തളേശൻ കിരീടകുണ്ടലാദികളെ കൊണ്ട് അലങ്കൃതനായി തൻ്റെ പ്രതാപത്തെ മുഴുവനും കാണിച്ചുകൊണ്ട് സഭയിലെത്തി. ഉന്നതമായ തൻ്റെ സിംഹാസനത്തിന്മേൽ വളരെ ഗാംഭീര്യത്തോടുകൂടി വന്നിരുന്നു. രാജാവ് സഭയിലേക്കെത്തിയപ്പോഴേക്ക് ഒന്നായി എഴുന്നേറ്റ് നിന്നിരുന്ന സഭക്കാരും രാജാവ് ഇരുന്ന ഉടനെ ഇരുന്നു. സഭ നിശബ്ദമായി. സഭയുടെ മുൻഭാഗത്ത് 2 വരിയായി കഞ്ചുകികൾ നിൽക്കുന്നവരുടെ നടുവിൽ കൂടി ആ സമയത്ത് തന്നെ കലിംഗരാജാവിൻ്റെ ദൂതനും വന്നെത്തി. എത്തിയ ഉടനെ വളരെ താഴ്മയോടുകൂടി കുന്തളേശനെയും സഭക്കാരെയും കുമ്പിട്ട് കുന്തളേശൻ ചൂണ്ടിക്കാണിച്ച ഒരു ആസനത്തിന്മേൽ ഇരിക്കുകയും ചെയ്തു. ദൂതൻ അധികം പ്രായം ചെന്നവനല്ലെങ്കിലും വളരെ ഔചിത്യമുള്ളവനായിരുന്നു. സഭയിലേക്ക് കടന്ന ഉടനെ തന്നെ അരക്ഷണം കൊണ്ട് തല ചുറ്റും തിരിച്ച് ഒന്ന് നോക്കിയപ്പോഴേക്ക് രാജാവിനെയും പ്രധാനികളായ സഭക്കാരെയും അവരുടെ മുഖരസങ്ങളെയും കൂടി തൻ്റെ വിമലമായ മതിദർപ്പണത്തിൽ പ്രതിഫലിച്ച് കാണുമാറാക്കി. ഒരു പരിചയമുള്ള മുഖം എങ്ങും തന്നെ കാണുവാനില്ലാത്ത ആ രാജസഭയുടെ നടുവിൽ താൻ ഒരുവൻ എല്ലാവരുടെയും നോക്കുകൾക്ക് ലാക്കായി നിൽക്കേണ്ടി വന്നു. എങ്കിലും ആ ദൂതന് ഒട്ടും തന്നെ ഒരു ചാഞ്ചല്യമുണ്ടായില്ല. ആസനത്തിന്മേലിരുന്ന ഉടനെ താൻ വന്ന കാര്യം പറയുവാൻ സമ്മതമുണ്ടോ എന്ന് ചോദിക്കും പ്രകാരം വളരെ വിനയത്തോടുകൂടി രാജാവിന് അഭിമുഖനായി. കുന്തളേശൻ മന്ത്രിമാരുടെ മുഖത്തൊന്ന് നോക്കി വന്ന കാര്യം പറയാമെന്ന് കൽപ്പിച്ചു. ദൂതൻ എഴുന്നേറ്റ് രാജാവിനെയും സഭക്കാരെയും രണ്ടാമതും വന്ദിച്ച് ഇപ്രകാരം ഉച്ചത്തിൽ പറഞ്ഞു: സാർവഭൗമനെന്ന സ്ഥാനമുടയ ഏകഛത്രാധിപതിയായ ശ്രീ പ്രതാപചന്ദ്ര കലിംഗ മഹാരാജാവ് അവർകൾ അദ്ദേഹത്തിൻ്റെ ദൂതനായ എൻ്റെ മുഖേനെ കൃതവീര്യൻ എന്ന നാമധേയമായ കുന്തള രാജാവിനോട് പറയുന്നതാവിത്: കുന്തളേശൻ നമ്മുടെ ഛത്രത്തിൻ കീഴിൽ വളരെ കാലമായി സമാധാനത്തോടുകൂടി നമുക്ക് കോഴ തന്നും കൊണ്ട് രാജ്യം ഭരിച്ചു വന്നിരുന്നതും 18 സംവത്സരം മുമ്പേ നമ്മോട് മത്സരിച്ച് ജയിപ്പാൻ കഴിയാതെ നമ്മുടെ ശാസനയിൻ കീഴിൽ ഒതുങ്ങിയതും അന്ന് നിശ്ചയിച്ച പുതുതായ ഉടമ്പടിക്കനുസരിച്ച് ഇതുവരെ കഴിഞ്ഞു പോന്നിട്ടുള്ളതും മറ്റും നല്ല നിശ്ചയമുണ്ടായിരിക്കെ നമുക്ക് അഭിഷേകം കഴിഞ്ഞിട്ട് 6 മാസത്തോളമായിട്ടും
നമ്മെ വന്ന് കാണുകയാകട്ടെ, കീഴ്ക്കിടപ്രകാരം നമുക്ക് ഉപചാരം ചെയ്യുകയാകട്ടെ ചെയ്തിട്ടില്ലാത്തതിനും നമുക്ക് കാലം തോറും വീഴ്ച കൂടാതെ എത്തിച്ചുകൊള്ളാമെന്ന് വെച്ചിട്ടുള്ളതും അപ്രകാരം എത്തിച്ചു പോന്നിരുന്നതുമായ കോഴദ്രവ്യം ഇക്കുറി എത്തിക്കാഞ്ഞതിനും മതിയായ കാരണം വല്ലതുമുണ്ടോ? ഇല്ലെന്ന് വരികയിൽ കുന്തളേശൻ ഇപ്രകാരം ചെയ്തതിനെക്കുറിച്ച് നമ്മോട് തക്കതായ സമാധാനം താമസിയാതെ പറഞ്ഞിട്ടില്ലെങ്കിൽ കുന്തളരാജ്യം നമ്മുടെ സ്വന്തം രക്ഷയിലാക്കേണ്ടി വരികയും കുന്തളേശൻ്റെ രാജ്യഭരണം അവസാനിപ്പിക്കുകയും ചെയ്യേണ്ടി വരുമെന്ന് കൃതവീര്യൻ എന്ന നാമധേയമായ കുന്തളേശൻ അറിയേണ്ടതാണ്. ദൂതൻ ഇങ്ങനെ ഒട്ടും സഭാകമ്പം കൂടാതെ പറയുമ്പോൾ നിശബ്ദമായിരുന്ന ആ സഭ സംസാരം അവസാനിച്ചപ്പോഴേക്ക് സംസാരിച്ച കാര്യത്തെക്കുറിച്ചും സംസാരത്തിൻ്റെ വിധത്തെക്കുറിച്ചും സംസാരിച്ചവനെക്കുറിച്ചും മറ്റും ജനങ്ങൾ അന്യോന്യം ക്ഷമ കൂടാതെ ഓരോന്ന് പറയുവാൻ തുടങ്ങുകയാൽ അഗാധമായ വാഹിനികളുടെ അടിയിൽ നിന്ന് ചിലപ്പോൾ കേൾക്കാവുന്ന മാതിരി ഒരു എരമ്പം കൊണ്ട് മുഴങ്ങി. ദൂതിൻ്റെ താൽപ്പര്യം മനസ്സിലായപ്പോൾ തന്നെ ഭാവം പകർന്നിരുന്ന കൃതവീര്യൻ കഠോരങ്ങളായ ആ ഒടുവിൽ പറഞ്ഞ വാക്കുകൾ കേട്ടപ്പോൾ ഏറ്റവും ക്രോധപരവശനായി കുറച്ചു നേരത്തേക്ക് എന്ത് പറയേണ്ടു എന്നുണ്ടായില്ല. പിന്നെ അരിശം സഹിക്കാതെ പാദപീഠത്തെ ചവിട്ടിമറിച്ച് വളരെ ഘനമുള്ള സിംഹാസനം ശബ്ദത്തോടുകൂടി പിന്നോട്ട് നിരങ്ങത്തക്കവണ്ണം ഊക്കോടുകൂടി എഴുന്നേറ്റ്, ഇനി വല്ലതും പറയുവാനുണ്ടോ എന്ന് ഇടിവെട്ടും പോലെ അതിരൗദ്രതയോടുകൂടെ ചോദിച്ചു. അപ്പോഴാണ് ആ സഭ രണ്ടാമതും നിശബ്ദമായത്. കണ്ണുകൾ ഉരുട്ടി പുരികക്കൊടികൾ വളഞ്ഞ് രുദ്രമൂർത്തിയെപ്പോലെ കൃതവീര്യൻ നിൽക്കുന്നത് കണ്ടപ്പോൾ സഭയിലുണ്ടായിരുന്നവരെല്ലാവരും ധൈര്യശാലിയായ ദൂതൻ തന്നെയും ഒന്നു നടുങ്ങി. ദൂതൻ തൻ്റെ ഭീതിയെ ഒട്ടും പ്രകാശിപ്പിക്കാതെ ഇല്ല എന്ന് മാത്രം പറഞ്ഞു. കൃതവീര്യൻ: പുരാതനമായി നമ്മുടെ പൂർവന്മാർ ഭരിച്ചു വന്നിരുന്ന ഈ രാജ്യം കലിംഗാധീശന് കൈവിട്ട് കൊടുക്കുകയോ നിന്റെ സ്വാമിയെ ചെന്ന് കാണാത്തതിൻ്റെ പരിഭവം തീർക്കുകയോ ചെയ്യേണ്ടത് എന്നാലോചിച്ച് നിന്റെ സ്വാമിയെ വഴിയെ അറിയിക്കാമെന്ന് പറ. ദൂതൻ: ഇവിടുത്തെ തീർച്ചയായ മറുപടി അറിഞ്ഞല്ലാതെ മടങ്ങിച്ചെല്ലരുതെന്നാണ് എൻ്റെ സ്വാമിയുടെ കൽപ്പന. പക്ഷേ ആലോചന കഴിയുന്നവരെ ഞാൻ ഇവിടെ തന്നെ താമസിക്കാം. കൃതവീര്യൻ: എന്നാൽ ഈ പറഞ്ഞതും രണ്ടുമുണ്ടാവില്ലെന്ന് നിന്റെ സ്വാമിയോട് അറിയിക്കുക. ദൂതൻ: വളരെ കാലത്തോളം സമാധാനമായി കഴിഞ്ഞു വന്നിരുന്ന ഈ രാജ്യങ്ങൾ തമ്മിൽ കലഹങ്ങൾ തുടങ്ങുവാനും വളരെ വീരന്മാർ നശിക്കുവാനും കാരണമാകുന്ന ഈ മറുപടി കൊണ്ടുപോകുവാൻ എനിക്ക് സംഗതി വന്നത് വിചാരിച്ച് വളരെ വ്യസനമുണ്ട്. മറുപടി ഭേദപ്പെടുത്തുവാൻ ഭാവമില്ലാത്ത പക്ഷം ഇതുതന്നെ കൊണ്ടുപോവുകയല്ലാതെ നിവൃത്തിയില്ലല്ലോ എന്ന് പറഞ്ഞു. കുന്തളേശൻ അത് കേട്ടു എന്ന് തന്നെ ഭാവിച്ചില്ല. പറഞ്ഞത് ഇളകുകയില്ലെന്ന് മനസ്സിലാവുകയാൽ ദൂതൻ യാത്ര പറയുന്ന മാതിരിയിൽ രാജാവിനെയും മന്ത്രിമാരെയും ഒന്ന് നോക്കി രാജസഭയിൽ നിന്നിറങ്ങി. അപ്പോൾ തന്നെ കുതിരപ്പുറത്ത് കയറി പോവുകയും ചെയ്തു. അധ്യായം 13. ദുഃഖനിവാരണം. പ്രതാപചന്ദ്രന് പട്ടം കിട്ടിയതിൽ പിന്നെ അദ്ദേഹം മിക്കവാറും എല്ലാ ദിവസങ്ങളിലും രാജസഭയിൽ ചെന്ന് കുറേ നേരമിരുന്ന് പ്രജകളുടെ ഹർജികളെ സ്വീകരിക്കുകയും മറുപടി കൽപ്പിക്കുകയും മറ്റും അവരുടെ യോഗക്ഷേമത്തിനു വേണ്ടി പല കാര്യങ്ങളും ആലോചിക്കുന്നതിനും പുറമെ ആലോചന സഭയിൽ ചെന്ന് അവിടെ കഴിയുന്ന കാര്യങ്ങളെ അറിയുക പതിവായിരുന്നു. ആ ആലോചന സഭയിൽ പ്രധാനമന്ത്രി ഒഴികെ ശേഷമുള്ളവർ മിക്ക പേരും ചെറുപ്പക്കാരും കാര്യങ്ങളിൽ പഴക്കം കുറഞ്ഞവരും പ്രതാപചന്ദ്രൻ്റെ കുട്ടിക്കാലത്തെ പരിചയക്കാരാണെന്നുള്ള ഒരു ഗുണമൊഴികെ വിശേഷിച്ച് യോഗ്യതയില്ലാത്തവന്മാരാണ്. മുഖ്യമായ രാജകാര്യങ്ങൾ വല്ലതും ആലോചിക്കേണ്ടതുണ്ടായാൽ അന്ന് അഘോരനാഥനും ഉണ്ടാവും. അഘോരനാഥൻ സഭയിലില്ലാത്ത ഒരു ദിവസം പ്രതാപചന്ദ്രന് അഭിഷേകം കഴിഞ്ഞതിൽ പിന്നെ വന്ന് കാണാത്തവരും കോഴ ബാക്കി നിർത്തിയിട്ടുള്ളവരുമായ പ്രഭുക്കന്മാരുടെ അടുക്കലേക്ക് അതിൻ്റെ കാരണം ചോദിക്കുവാനായിട്ട് ഓരോ ദൂതന്മാരെ അയക്കണമെന്ന് ഒരു സചിവൻ സഭയിൽ വെച്ച് പ്രസ്താവിക്കുകയുണ്ടായി. രാജാവും അതിനെ അഭിനന്ദിച്ച് അത് വേണ്ടത് തന്നെയാണെന്നരുളി പോകേണ്ട ദൂതന്മാരെ നിശ്ചയിക്കുകയും ചെയ്തു. അങ്ങനെ കോഴ ബാക്കി നിർത്തിയിട്ടുള്ള മിക്ക പ്രഭുക്കന്മാരും ബലഹീനന്മാരായിരുന്നതുകൊണ്ട് അവരോട് സമാധാനം ചോദിക്കുവാൻ ആളെ അയക്കുന്നത് അത്ര വലിയ കാര്യമായിരുന്നില്ല. കുന്തളേശനോട് ചോദിപ്പാൻ ആളെ അയക്കുന്നത് ചില്ലറ കാര്യമല്ല താനും. പ്രധാനമന്ത്രിയുടെ അറിവ് കൂടാതെയും കുന്തളേശൻ്റെ ശക്തി അറിയാതെയുമാണ് കഴിഞ്ഞ അധ്യായത്തിൽ വിവരിച്ച് ദൂത് അയച്ചത്. ആളെ അയച്ച് 2 ദിവസം കഴിഞ്ഞ ശേഷം യുവരാജാവ് അഘോരനാഥനോട് പലതിനെക്കുറിച്ചും സംസാരിക്കുന്നതിനിടയിൽ ആ വിവരവും പറഞ്ഞു കേട്ടപ്പോൾ ഉടനെ അദ്ദേഹം ഒന്ന് ഞെട്ടി. നെറ്റിയിന്മേൽ കൈവച്ചും കൊണ്ട് വളരെ വിചാരത്തോടുകൂടി മുഖം താഴ്ത്തി 4 നിമിഷം ഇരുന്ന ശേഷം
കുന്തളേശനോട് പറയുവാൻ പറഞ്ഞയച്ചത് എന്താണെന്ന് സൂക്ഷ്മമായി ചോദിച്ചു. അത് ഇന്നതെന്ന് രാജാവ് അറിയിച്ച ഉടനെ കോപത്തോടും വ്യസനത്തോടും കൂടി ദീർഘമാകും വണ്ണം നിശ്വസിച്ച് പെട്ടെന്നെഴുന്നേറ്റു. ഇവിടുന്ന് ചെയ്തതിൻ്റെ ഫലം നമുക്ക് അധികം താമസിയാതെ അനുഭവിക്കാം. സർപ്പത്തിൻ്റെ വാലിന്മേലാണ് ചവിട്ടിയത് എന്ന് മാത്രം പറഞ്ഞു. പിന്നെ ആരോടും ഒന്നും പറയാതെ, ഒരുത്തിൻ്റെയും മുഖത്തും നോക്കാതെ തൻ്റെ കുതിരപ്പുറത്ത് കയറി കഴിയും വേഗത്തിൽ ഓടിച്ച് ചന്ദനോദ്യാനത്തിൽ എത്തുകയും ചെയ്തു. അറിവാൻ പ്രയാസമായ അഘോരനാഥൻ്റെ ആ വാക്കും പ്രവൃത്തിയും കണ്ടപ്പോൾ യുവരാജാവിന് മനസ്സിലുണ്ടായ പരിതാപം പറഞ്ഞാൽ തീരുന്നതല്ല. മൃതശരീരം നടന്നു പോകും പോലെ തൻ്റെ മുറിയിൽ പോയി ഒരു കട്ടിലിന്മേൽ വീണു എന്ന് പറഞ്ഞുകൂടാ വിചാരം തുടങ്ങി. കഷ്ടം, ഞാൻ ഇത്ര ആലോചനക്കുറവോടുകൂടി പ്രവർത്തിച്ചുവല്ലോ. അനിർവഹനീയമായ വല്ല തെറ്റും ഉണ്ടെങ്കിലല്ലാതെ അഘോരനാഥൻ ഇങ്ങനെയൊന്നും പറയുവാനും പ്രവർത്തിപ്പാനും സംഗതിയില്ല. ധൈര്യവും അഭയദായതയും അധികമുള്ള അഘോരനാഥൻ കൂടി ഇങ്ങനെ ത്രസിക്കണമെങ്കിൽ കുന്തളൻ വളരെ പ്രബലനായിരിക്കണമെന്ന് തീർച്ച തന്നെ. ഇത്ര അവിവേകിയായല്ലോ ഞാൻ. അച്ഛൻ അതിവൃദ്ധൻ, മൃതപ്രായൻ. എനിക്ക് പട്ടം കിട്ടിയത് ഇന്നലെ. യുദ്ധവൈദഗ്ധ്യം എനിക്കില്ല. ബലവും ശിഥിലം. പ്രബലന്മാരായ ബന്ധുക്കളും ആരുമില്ല. എൻ്റെ രാജ്യഭാരം തുടങ്ങിയപ്പോഴേക്ക് തന്നെ ശാന്തമായിരിക്കുന്ന ഈ രാജ്യത്തേക്ക് എൻ്റെ ജളത്വം കൊണ്ട് തന്നെയാണ് യുദ്ധത്തിൻ്റെ നിഷ്ഠുരതകളെ ക്ഷണിച്ചു വരുത്തിയത് എന്നല്ലേ മഹാജനങ്ങൾ പറയുക. കഠിനം, കഠിനം. കുന്തളൻ ബലവാനാണെങ്കിൽ ജയം അയാൾ കൊണ്ടുപോകും. അപമാനം എനിക്ക് ശേഷിക്കുകയും ചെയ്യും. ഇതാണ് എൻ്റെ സൂക്ഷ്മാവസ്ഥ. ദൈവമേ, അനാഥനായ ഈ ബാലനെ കാരുണ്യലേശത്തോടുകൂടി ഒന്ന് കടാക്ഷിക്കണമേ. ഇങ്ങനെ വിചാരിച്ചുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ദീർഘനിശ്വാസത്തോടുകൂടി പ്രതാപചന്ദ്രൻ കേണുകൊണ്ട് കിടക്കുമ്പോൾ സ്വർണമയി അടുക്കൽ ചെന്നു. ഭർത്താവും ഇളയച്ചനും തമ്മിൽ സന്തോഷമായി സല്ലാപം ചെയ്തുകൊണ്ടിരിക്കെ ഇളയച്ചൻ ക്ഷോഭത്തോടുകൂടി പോയതും പോകുമ്പോൾ പറഞ്ഞ വാക്കും താൻ സൂക്ഷ്മമായി അന്വേഷിച്ചറിഞ്ഞ് ഭർത്താവ് വ്യസനിക്കുന്നുണ്ടെങ്കിൽ സമാധാനപ്പെടുത്താമല്ലോ എന്ന് വിചാരിച്ചാണ് ചെന്നത്. ഭർത്താവ് കഠിനമായി വ്യസനിക്കുന്നത് കണ്ടപ്പോൾ തൻ്റെ ധൈര്യം ജലരൂപേണ കണ്ണിൽ നിന്നൊലിച്ചു. ഭർത്താവിൻ്റെ അരികത്തിരുന്ന് താൻ വന്നത് അറിയിക്കുവാനായിട്ട് സ്വർണമയി തൻ്റെ വലത് കൈ ഭർത്താവിൻ്റെ മാറിൽ വെച്ചു. അപ്പോൾ പ്രതാപചന്ദ്രൻ ആ കൈ തൻ്റെ കൈകളെ കൊണ്ട് പിടിച്ച് മാറത്തേക്കമർത്തി. നാം ഈ വ്യസനം അനുഭവിക്കുമാറായല്ലോ എന്ന് പറയും വിധത്തിൽ സ്വർണമയുടെ മുഖത്തേക്കൊന്ന് നോക്കി ഒന്നും പറയാതെ ഒരു ദീർഘനിശ്വാസം അയച്ച് തിരിഞ്ഞുകിടന്നു. സ്വർണമയി പലതും പറയുവാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു വന്നിരുന്നതെങ്കിലും തൽക്കാലം ഒന്നും പറയുവാൻ തോന്നിയതുമില്ല. കുറേ നേരം ഭർത്താവിൻ്റെ അരികെ ഒന്നും സംസാരിക്കാതെ ദുഃഖിച്ചുകൊണ്ടിരുന്ന ശേഷം സാവധാനത്തിൽ ഭർത്താവിൻ്റെ മാറത്തുനിന്ന് തൻ്റെ കൈയെടുത്ത് പുറത്തേക്ക് പോകുകയും ചെയ്തു. അഘോരനാഥൻ ചന്ദനോദ്യാനത്തിൽ എത്തിയ ഉടനെ ഒരു വിനാഴിക പോലും താമസിയാതെ ചില എഴുത്തുകൾ എഴുതി അതിവിശ്വസ്തന്മാരായ ചില ദൂതന്മാരുടെ പക്കൽ കൊടുത്തയച്ചു. പിന്നെ സൈന്യങ്ങളുടെ അവസ്ഥ ആലോചിപ്പാൻ തുടങ്ങി. പ്രധാനികളായ സേനാനാഥന്മാർക്ക് ആളെ അയച്ച് അടിയന്തരമായി വരുത്തി 4-5 ദിവസത്തിനുള്ളിൽ കഴിയുന്നിടത്തോളം നല്ലതായ ഒരു സൈന്യത്തെ ശേഖരിക്കുവാനും ഉള്ള സൈന്യങ്ങളെയും ആയുധങ്ങളെയും യുദ്ധത്തിന് തയ്യാറാക്കുവാനും അവരെ ഏൽപ്പിച്ചു. വേറെ ചില സജീവന്മാരെ വരുത്തി രാജധാനിയുടെ ചുറ്റുമുള്ള ചിത്രദുർഗത്തിൻ്റെ ഭിത്തികൾ അല്പം കേടുവന്നിട്ടുള്ളത് തീർക്കുവാനും കിടങ്ങുകൾ ശരിയാക്കുവാനും വാതിലുകൾ ബലപ്പെടുത്തുവാനും മറ്റും കൽപ്പന കൊടുത്തു. കുന്തള രാജ്യത്തേക്കും അതിനു സമീപം ദിക്കുകളിലേക്കും ചില ചാരന്മാരെ അയച്ചു. 2 രാജ്യങ്ങളുടെയും അതിരിലുള്ള ചില ജീർണമായ കോട്ടകളിലേക്കും സൈന്യങ്ങളെ അയച്ചു. സൈന്യങ്ങൾക്ക് ഭക്ഷണ സാധനങ്ങളും കൈനിലയ്ക്ക് പടക്കുടികൾ കെട്ടുവാനുള്ള സാമാനങ്ങളും ശേഖരിക്കുവാനും മറ്റും പല കൽപ്പനകളും കൊടുത്തു. ഒരു 10 നാഴികയ്ക്കുള്ളിൽ ഇതൊക്കെയും കഴിഞ്ഞു. തിരക്കൽപ്പം ഒഴിഞ്ഞതിൻ്റെ ശേഷം ഭക്ഷണം കഴിക്കുവാൻ പോയി. ഭക്ഷണം കഴിഞ്ഞ് ആസ്ഥാന മുറിയിലേക്ക് മടങ്ങി വരുമ്പോൾ സ്വർണമയി ബന്ധപ്പെട്ട് വന്ന് കരഞ്ഞുകൊണ്ട് അഘോരനാഥൻ്റെ കാൽക്കൽ വീണു. അദ്ദേഹം അവളെ ഉടനെ എഴുന്നേൽപ്പിച്ചു. ദേവി, ഇതെന്തൊരു കഥയാണ് എന്ന് ചോദിച്ചു. സ്വർണമയി അഘോരനാഥൻ്റെ മേൽ ചാരിക്കൊണ്ട് കരഞ്ഞതേയുള്ളൂ. കുറച്ചു നേരത്തേക്ക് ഒന്നും സംസാരിച്ചില്ല. പിന്നെ അഘോരനാഥൻ വളരെ ശാന്തതയോടുകൂടി കാരണം ചോദിച്ചപ്പോൾ ഉത്തരീയം കൊണ്ട് അശ്രുക്കൾ തുടച്ച് ഇടത്തൊണ്ട വിറച്ചുകൊണ്ട് പറഞ്ഞു തുടങ്ങി. അങ്ങൊന്ന് എൻ്റെ ഭർത്താവിനോട് ഭാവിച്ചതുപോലെ എന്നോടും പാരുഷ്യം ഭാവിക്കയില്ലല്ലോ. അഘോരനാഥൻ: എന്താണിങ്ങനെ ചപല സ്ത്രീകളെപ്പോലെ പറയുന്നത്?
ഞാൻ ദേവിയോട് എപ്പോഴെങ്കിലും പാരുഷ്യം ഭാവിച്ചതായി ഓർമ്മ തോന്നുന്നുണ്ടോ? അങ്ങൊന്ന് പണ്ട് ചെയ്യാത്ത വിധം ചിലത് ചെയ്തതായിട്ട് കേട്ടു. അതുകൊണ്ട് ഈ വിധം ഞാൻ ശങ്കിക്കാനിടയുണ്ടായതാണ്. എനിക്കൊരു അപേക്ഷയുണ്ട്. എന്നെക്കൊണ്ട് കഴിയുന്നതാണെങ്കിൽ ദേവിയുടെ ആവശ്യം സാധിപ്പാൻ പറയേണ്ട താമസമേയുള്ളൂ. എന്നാൽ അസാധ്യമല്ലല്ലോ. സ്വർണമയി: അങ്ങൊന്ന് ഭർത്താവുമായിട്ട് ചിലത് സംസാരിച്ചു കൊണ്ടിരിക്കെ ഭർത്താവിനോട് ചില പാരുഷവാക്കുകൾ പറഞ്ഞ് ധൃതഗതിയായിട്ട് പോന്നതിനാൽ ഭർത്താവ് വലിയ വ്യസനത്തിലകപ്പെട്ടിരിക്കുന്നു. എന്തു തന്നെയുണ്ടായാലും വേണ്ടതില്ല, അങ്ങൊന്ന് എൻ്റെ കൂടെ തന്നെ പോന്ന് ഭർത്താവിൻ്റെ സന്താപം എങ്ങനെയെങ്കിലും തീർത്തു തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് കുറച്ചു നേരം ഒഴിഞ്ഞു നിന്നിരുന്ന അശ്രുക്കൾ രണ്ടാമതും കണ്ണിൽ നിറഞ്ഞു. അഘോരനാഥൻ മനസ്സലിഞ്ഞ്, എൻ്റെ പരുഷവാക്കുകളല്ല യുവരാജാവിൻ്റെ വ്യസനത്തിന് കാരണം. അദ്ദേഹം ആലോചന കൂടാതെ ചെയ്ത ചില പ്രവൃത്തികളാണ്. ആ പ്രവൃത്തികളുടെ ഭവിഷ്യത്ത് എൻ്റെ വാക്കുകളെ കൊണ്ടായിരിക്കാം അദ്ദേഹത്തിന് പ്രത്യക്ഷമായത്. ഏതെങ്കിലും ഇനി വ്യസനിക്കുവാൻ ആവശ്യമില്ല. അപകടം വരേണ്ടിടത്തോളമൊക്കെയും വന്നു കഴിഞ്ഞു. നമുക്ക് ഇപ്പോൾ തന്നെ പോയി വ്യസനം തീർക്കുവാൻ ശ്രമിക്കാം എന്ന് പറഞ്ഞ് രണ്ടുപേർക്കും ഡോലികൾ കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. ഉടനെ ഡോലിയിൽ കയറി താനും സ്വർണമയ്യും രാജധാനിയിലെത്തുകയും ചെയ്തു. രാജ്ഞി അകമ്പടിയൊന്നും കൂടാതെ പോയി പ്രധാനമന്ത്രിയെ കൂട്ടിക്കൊണ്ടുവന്നതും രാജാവിന് ഒട്ടും സുഖമില്ലാത്തതും മറ്റും പുരവാസികൾ അറിഞ്ഞു. ഇതിനൊക്കെയും കാരണമെന്തെന്ന് അന്യോന്യം രഹസ്യമായി ചോദിക്കുവാനും ഊഹിച്ച് പറയുവാനും തുടങ്ങി. അഘോരനാഥൻ ആരോടുമൊന്നും സംസാരിക്കാതെ സ്വർണമയുടെ ഒരുമിച്ച് പോയി വ്യസനിച്ചുകൊണ്ട് തന്നെ കിടക്കുന്ന പ്രതാപചന്ദ്രനെ സാവധാനത്തിൽ പിടിച്ചെഴുന്നേൽപ്പിച്ചിരുത്തി താഴെ പറയും പ്രകാരം പറഞ്ഞു തുടങ്ങി. അഘോരനാഥൻ: എൻ്റെ മേൽ ഇവിടത്തേക്ക് അപ്രിയം തോന്നുവാൻ ഞാൻ സംഗതി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് മാപ്പ് തരണം. എനിക്ക് കാര്യത്തിൻ്റെ വസ്തുതയും ഇവിടുന്ന് പ്രവർത്തിച്ചതിൻ്റെ ഭവിഷ്യത്തും മനസ്സിൽ തോന്നിയ ഉടനെ എന്നെ തന്നെ മറന്നുപോയി. പരുഷമാണെന്ന് തോന്നത്തക്ക വിധം ഞാൻ വല്ലതും പറയുകയോ ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇപ്പോൾ തന്നെ ഇവിടുത്തെ മനസ്സിൽ നിന്ന് കളയണം. നമുക്ക് വ്യസനിക്കുവാൻ ഇതല്ല സമയം. കാര്യത്തിൻ്റെ ഗൗരവം ഞാൻ ഗ്രഹിച്ച പോലെ ഇവിടുന്ന് കൂടി ഗ്രഹിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ പറഞ്ഞതിനെക്കുറിച്ച് ഒട്ടും വ്യസനിപ്പാൻ സംഗതി ഉണ്ടായിരുന്നില്ല. പ്രതാപചന്ദ്രൻ: ഞാൻ അങ്ങൊന്ന് പറഞ്ഞതിനെക്കുറിച്ച് അല്പം പോലും വ്യസനിച്ചിട്ടില്ല. അങ്ങനെ തെറ്റിദ്ധരിക്കരുതേ. അങ്ങൊന്ന് പറഞ്ഞതിനാൽ എനിക്ക് പ്രത്യക്ഷമായ എൻ്റെ അബദ്ധമാണ് എന്നെ ദുഃഖിപ്പിക്കുന്നത്. അത് പറഞ്ഞപ്പോൾ അഘോരനാഥൻ സ്വർണമയുടെ മുഖത്തേക്ക് ഒന്ന് നോക്കി. പ്രതാപചന്ദ്രൻ തുടർന്നു: ഇനി ഈ ദുർഘടത്തിൽ നിന്ന് അപമാനം കൂടാതെ നിർവഹിക്കുവാൻ അങ്ങയുടെ ബുദ്ധികൗശല്യമല്ലാതെ എനിക്ക് യാതൊരു ആധാരവുമില്ല. ഞാൻ തന്നെ ചന്ദനോദ്യാനത്തിലേക്ക് അങ്ങേ കാണുവാൻ വരണമെന്ന് തീർച്ചയാക്കിയിരുന്നു. അപ്പോഴേക്കാണ് അങ്ങൊന്ന് ദൈവം തന്നെ അയച്ച പോലെ ഇവിടെ എത്തിയത്. അഘോരനാഥൻ: എന്നെ സ്വർണമയിയാണ് കൂട്ടിക്കൊണ്ടു പോന്നത്. അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ഇങ്ങോട്ട് വരുന്നതല്ലായിരുന്നു. അവളുടെ വ്യസനം കണ്ടിട്ടാണ് ഞാൻ എൻ്റെ പണി കൂടി നിർത്തിവെച്ച് പോന്നത്. ആകട്ടെ, അതിരിക്കട്ടെ. ഇവിടുന്ന് പ്രവർത്തിച്ചതിൻ്റെ ഭവിഷ്യഫലങ്ങൾ ഇവിടുന്ന് നല്ലവണ്ണം അറിവാൻ സംഗതിയില്ല. അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യവുമാണ്. ഒട്ടും പരിഭ്രമിക്കരുത്. വരുന്നത് വരട്ടെ. ദുഷ്ടതയാണ് പുരുഷന്മാർക്ക് ഈ സംഗതികളിൽ ആവശ്യം. പ്രതാപചന്ദ്രൻ: നിവൃത്തിമാർഗം ആലോചിക്കുന്നതിന് മുമ്പായിട്ട് കർമ്മവിഭാഗത്തിൻ്റെ ദോഷം എത്രത്തോളമുണ്ടെന്ന് അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണല്ലോ. ഞാൻ അത് സൂക്ഷ്മമായി ഇനിയെങ്കിലും അറിയട്ടെ. അഘോരനാഥൻ: കൃതവീര്യൻ എന്ന ഇപ്പോഴത്തെ കുന്തളേശൻ അതിധീരനും പരാക്രമശാലിയും ദുരഭിമാനിയുമാണ്. ആയുധവിദ്യ ശിക്ഷയിൽ അഭ്യസിച്ചിട്ടുമുണ്ട്. അദ്ദേഹത്തിന് സമനായ ഒരു യോദ്ധാവ് ഇന്ന് നമ്മുടെ രാജ്യത്തിൽ ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്. അത്രയുമല്ല, അദ്ദേഹം മനസ്സിൽ ഇന്നതൊന്ന് ചെയ്യണമെന്ന് നിരൂപിച്ചിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയെങ്കിലും ചെയ്യുകയല്ലാതെ അടങ്ങുന്ന ആളല്ല. ചെയ്യുവാൻ ത്രാണിയുമുണ്ട്. കുന്തള രാജ്യമോ, ഒരു 30 സംവത്സരത്തിനിപ്പുറം ആ രാജ്യം വളരെ ഐശ്വര്യവതിയായിരിക്കുന്നു. ഭണ്ഡാരം തടിച്ചിരിക്കുന്നു. സേനകൾ അനവധി. പ്രബലന്മാരായ സേനാധിപന്മാർ, ബുദ്ധിമാന്മാരായ മന്ത്രികൾ, ധനികന്മാരും രാജഭക്തിയുമുള്ള പ്രജകൾ, ബഹുവർത്തകം നടന്നുവരുന്ന പട്ടണങ്ങൾ, കള്ളന്മാരുടെ ഉപദ്രവമില്ലാത്ത ചെത്തവഴികൾ, യന്ത്രപ്പാലങ്ങൾ, വിദ്യാശാലകൾ, വൈദ്യശാലകൾ എന്നുവേണ്ട പരിഷ്കാര സൂചകങ്ങളായ പലതുമുണ്ട്.
ഈ കുന്തളേശൻ്റെയും ഇദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനായ മുമ്പത്തെ കുന്തളേശൻ്റെയും ബുദ്ധികൗശല്യം കൊണ്ടുതന്നെ കുന്തളരാജ്യം ഇപ്പോൾ പശ്ചിമഭാരതത്തിന് ഒരു തിലകമായി തീർന്നിരിക്കുന്നു. കുന്തളേശൻ്റെ രാജലക്ഷ്മി ക്ഷേമവും സുഭിക്ഷവുമാകുന്ന സഖിമാരോടുകൂടി ദിവസേന നൃത്തമാടുന്നു. എൻ്റെ ജ്യേഷ്ഠൻ പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ബുദ്ധിവൈഭവം കൊണ്ടും പൗരുഷം കൊണ്ടും കുന്തളേശനെ ഒതുക്കി വയ്ക്കുവാൻ കഴിഞ്ഞതാണ്. വിശേഷിച്ച് ജ്യേഷ്ഠൻ അല്പമൊരു കഠിനവും പ്രവർത്തിച്ചിട്ടുണ്ട്. കുന്തളേശൻ്റെ വൃദ്ധനായ അച്ഛനെ പിടിച്ച് കാരാഗൃഹത്തിലാക്കി വളരെ ദ്രവ്യം പുത്രനോട് വാങ്ങിയിട്ടാണ് വിട്ടയച്ചത്. ജ്യേഷ്ഠൻ സാമധാനഭേദങ്ങൾ പ്രയോഗിച്ചിട്ടും കുന്തളേശൻ വഴിപ്പെടാഞ്ഞപ്പോൾ വേറെ വഴി കാണായാൽ അദ്ദേഹം അങ്ങനെ ചെയ്തതാണ്. വഴിപ്പെട്ടതിൻ്റെ ശേഷം ആ ദ്രവ്യം അങ്ങോട്ട് തന്നെ മടക്കി കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. എങ്കിലും കൃതവീര്യന് അത് ഹേതുവായിട്ടുണ്ടായ വ്രണം ഇപ്പോഴും ഉണക്കാതെ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ടാകും. അദ്ദേഹം വൈരം മറന്നു കളയുന്ന മാതിരിയല്ല. ഇപ്പോൾ അയൽവക്കക്കാരായ ചേതി, അവന്തി ഈ രാജ്യങ്ങളിലെ രാജാക്കന്മാരായിട്ടും അല്പം ബന്ധുതയുണ്ടായിട്ടുണ്ട്. എങ്കിലും അവർ പണ്ടേക്ക് പണ്ടേ നമ്മോട് മൈത്രിയുള്ളവരാകയാൽ കുന്തളനോട് ചേർന്ന് നമ്മുടെ നേരെ തിരിയുവാൻ സംഗതി പോരാ. ഈ അവസ്ഥയിൽ അവർ നിരായുധന്മാരായിരുന്നാൽ തന്നെ ആയത് നമ്മുടെ ഭാഗ്യമാണെന്ന് വിചാരിക്കണം. അത്രയുമല്ല, കുന്തളേശൻ മഗധരാജാവുമായിട്ട് സഖ്യതയായിട്ടാണ്. മഗധരാജാവിന് യവനന്മാർ പണ്ട് തന്നെ മമതയായിട്ടാണെന്നറിയാമല്ലോ. അതുകൊണ്ട് കുന്തളേശൻ കുഴങ്ങിയാൽ മഗധരാജാവ് ഒരു യവന സൈന്യം തന്നെ സഹായത്തിന് അയക്കുവാനും മതി. ജ്യേഷ്ഠൻ്റെ കാലം കഴിഞ്ഞ് ഞാൻ രാജകാര്യമേറ്റതിൽ പിന്നെ ഇതുവരെയും മനസ്സിൽ നിന്ന് വിട്ടുപോകാതെയുണ്ടായിരുന്ന പേടി കുന്തളരാജ്യത്തെ ആ അഗ്നിപർവ്വതം എപ്പോഴാണ് പൊട്ടിത്തെറിക്കുന്നത് എന്നായിരുന്നു. എന്തു ചെയ്തിട്ടെങ്കിലും അത് കൂടാതെ കഴിക്കണമെന്നും കഴിയുമെങ്കിൽ കുന്തളേശനെ സാമദാനങ്ങളെക്കൊണ്ട് ഇണക്കി പാട്ടിലാക്കണമെന്നുമായിരുന്നു എൻ്റെ മനോരാജ്യം. ഇവിടുന്ന് ഇതൊന്നും അറിയാതെ അല്പനേരം കൊണ്ട് വളരെ കാലമായി ഞാൻ ഭയപ്പെട്ടിരുന്നത് അത്രയും സംഭവിപ്പിക്കുമാറാക്കിയല്ലോ. കടന്നൽക്കൂട്ടിലേക്ക് കല്ലിടുകയാണ് ചെയ്തത്. കുന്തളേശൻ്റെ സ്വഭാവം എനിക്ക് നല്ല നിശ്ചയമുണ്ട്. ഒട്ടും താമസിയാതെ കുന്തളേശനും പടയും നമ്മുടെ ചിത്രദുർഗത്തെയും രാജധാനിയെയും വന്ന് വളഞ്ഞാൽ ഞാൻ വിസ്മയപ്പെടുകയില്ല. എന്നാൽ നമ്മുടെ പരാജയവും തീർച്ച തന്നെ. ഇങ്ങനെയെല്ലാമാണ് കാര്യത്തിൻ്റെ സൂക്ഷ്മാവസ്ഥ. പക്ഷേ ഇതൊക്കെയും വിചാരിച്ച് നാം ഒരിക്കലും നിരാശപ്പെടരുത്. ഇപ്പോഴാണ് നമ്മുടെ ഉത്സാഹവും പൗരുഷവും കാണേണ്ടത്. അതിസാഹസമായി യത്നിച്ചാൽ ദൈവാനുകൂലം കൊണ്ട് നമുക്ക് ദോഷം വരാതെ കഴിയാനും മതി. യുദ്ധത്തിൻ്റെ കലാശം വിചാരിച്ച പോലെയാവുകയില്ല. കുന്തളൻ്റെ അതിക്രമത്തെ ഒരു വിധത്തിൽ തടുപ്പാൻ വേണ്ടുന്ന ഏർപ്പാടുകളൊക്കെയും ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ചന്ദനോദ്യാനത്തിലേക്ക് ബന്ധപ്പെട്ടു പോയത് അതിനു വേണ്ടിയായിരുന്നു. ഇത് കേട്ടപ്പോൾ യുവരാജാവിൻ്റെ വാടിയിരുന്ന മുഖം അല്പം പ്രസന്നമായി. നമുക്ക് സഹായത്തിന് ചിലർ വരുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അവർ എത്തിയാൽ എനിക്ക് ധൈര്യം വർദ്ധിക്കുമായിരുന്നു. കഷ്ടം, നമ്മുടെ താരാനാഥൻ ഇനിയും വന്നില്ലല്ലോ. അവനുണ്ടെങ്കിൽ എനിക്കൊരു വലിയ സഹായമായിരുന്നു. പ്രതാപചന്ദ്രൻ: അതും എൻ്റെ വലിയ നിർഭാഗ്യം തന്നെ. താരാനാഥന് എന്നെക്കാളും അധികം സാമർഥ്യവും ശക്തിയുമുണ്ട്. സ്വർണമയി: നമുക്ക് ഇങ്ങനെ ഒരു ആപത്ത് വന്നിരിക്കുന്നു എന്നറിഞ്ഞാൽ ജ്യേഷ്ഠൻ എവിടെയായിരുന്നാലും നമ്മുടെ സഹായത്തിന് എത്താതെ ഇരിക്കുമോ എന്ന് പറഞ്ഞ് കണ്ണിൽ വെള്ളം നിറച്ചു. പ്രതാപചന്ദ്രൻ: ഞങ്ങളുടെ പുരാണപ്രസിദ്ധമായ ഈ സ്വരൂപത്തിൻ്റെ മഹിമയെ നിർത്തി രാജ്യം രക്ഷിക്കുവാൻ അങ്ങുന്നല്ലാതെ വേറെ ആരുമില്ല എന്ന് പറഞ്ഞ് അഘോരനാഥനോടുകൂടി യുദ്ധത്തിന് വേണ്ടുന്ന ഒരുക്കങ്ങൾ പൂർത്തിയാക്കുവാൻ പുറത്തേക്ക് പോവുകയും ചെയ്തു. ഇതോടെ ഇന്നത്തെ വായന ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മറക്കാതെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ഇനി ബാക്കി ഭാഗങ്ങളുമായി വരുന്നതുവരെ നന്ദി.